പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം ഈ സന്ധ്യാരാത്രിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് അറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് വിശ്രമത്തെക്കുറിച്ചും ആശ്രയത്തെക്കുറിച്ചും തന്നെയാണ്. ഇന്നത്തെ ഭാഗം 76 ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ആശ്രയത്തെക്കുറിച്ചാണ്. നഹൂം 1:7 ഇപ്രകാരം കാണപ്പെടുന്നു: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. വാസ്തവത്തിൽ നമ്മുടെ ദൈവം നമ്മെ ഹല്ലേലൂയ അറിയുന്ന ദൈവമാണ്. ദൈവം സ്വർഗത്തു നിന്ന് മനുഷ്യപുത്രന്മാരെ ഹല്ലേലൂയ ഭൂമിയിലേക്ക് നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്തോത്രം, തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് നമ്മൾ 53 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഇവിടെ തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അപ്പോൾ എല്ലാവരെയും ദൈവം അറിയുന്നില്ല. തങ്ങൾ ആശ്രയിക്കുന്നവരെ ഏത് തരത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച് ദൈവിക പദ്ധതി പ്രകാരം ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ ജീവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിലായി വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം അറിയുന്നതായിട്ട് നമുക്കവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, സ്തോത്രം. അപ്പോൾ നമ്മുടെ കഷ്ടദിവസത്തിലാകട്ടെ, നമ്മുടെ ഏതൊരു വിഷയത്തിലാകട്ടെ, മനുഷ്യൻ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ഏതെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് വരാം. എന്നാൽ ദൈവം അങ്ങനെയല്ലല്ലോ. മനുഷ്യൻ കാണുന്നത് പോലെ അല്ലല്ലോ. മനുഷ്യൻ പുറമേ കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ പുറമേ എന്തെങ്കിലും നമുക്ക് സ്തോത്രം ഒരു സപ്പോർട്ട് ചെയ്തെന്ന് വരും, ചിലപ്പോൾ ചെയ്തിട്ടില്ല എന്ന് വരും. നമ്മുടെ ദൈവം അങ്ങനെയല്ല. ഓരോരുത്തരുടെയും ഉള്ളങ്ങളെ നന്നായി അറിയുന്നവരാണ് നമ്മുടെ ദൈവം. ഉള്ളങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ഉള്ളതുപോലെ ദൈവം ഹല്ലേലൂയ അവർക്ക് വേണ്ടി സ്തോത്രം അവരുടെ ഉത്തരവാദി എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ദൈവം ഹല്ലേലൂയ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യേണ്ട തരത്തിൽ ചെയ്യും. ദൈവത്തിന് മഹത്വം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ദൈവത്തിൻ്റെതായ പദ്ധതി എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇവിടെ തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ നന്നായി അറിയുന്നു. അവൻ അറിയുന്നു, സ്തോത്രം. അവൻ അറിയുന്നു എന്ന് മാത്രം പോരാ, അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് നന്നായി അറിയുന്നു എന്നുകൂടി നമുക്ക് കൊടുക്കണം. കാരണം അത്രത്തോളം നമ്മളെ അറിയുന്ന, നമ്മളെ ഹല്ലേലൂയ നമ്മളെ നടത്തുന്ന, നന്നായി നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അല്പം വർണ്ണനാ രീതിയിൽ കൊടുക്കുമ്പോൾ അത് ഹല്ലേലൂയ ഒരിക്കലും ഒട്ടും അത് കുറവായി തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, ഇനി ഞാൻ ആ ഭാഗം വിടട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കരുത്. നിലവേ കാരോട് അതിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോഴൊക്കെ അവിടെ ദൈവത്തെക്കുറിച്ച് ഹല്ലേലൂയ പറയുന്നതായ വർണ്ണനാ രീതിയിൽ പറയുന്നതായ കാര്യങ്ങൾ അവിടെ കാണപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ 1 മുതൽ 3 വരെ വായിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് അവർ ഹല്ലേലൂയ അവിടെ എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ട്. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ 2 വാക്യത്തിലും ഒക്കെ അങ്ങനെയുള്ളതായ തരത്തിൽ അവർക്ക് പ്രതികാരം നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം തീഷ്ണതയുള്ളവന് യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തൻ്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നിനവേ രാജ്യത്തിലുള്ളതായ പട്ടണത്തിലുള്ളതായ ജനങ്ങൾ ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു വരവേ ദൈവത്തിന് സ്തോത്രം അവരുടേതായ നിഗമനങ്ങളെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാതെ വന്നു. അതുകൊണ്ട് സ്തോത്രം അവരോട് ദൈവത്തിന് നീരസമുണ്ടായി എന്ന് കാണപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ 9 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ അങ്ങനെ കാണപ്പെടുന്നു: നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത്? അപ്പോൾ അവിടെ അവര് ദൈവത്തിന് വിരോധമായിട്ടാണ് അവര് ഹല്ലേലൂയ നിരൂപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നിരൂപിക്കുന്ന അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത്തരത്തിലൊക്കെ അവിടെ കാണപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ കഷ്ടതയിലൂടെ ഹല്ലേലൂയ കടന്നു പോകുന്നവർക്ക് ഒരു ശരണമായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു താങ്ങായ ദൈവമാണ്. തങ്ങൾ ആശ്രയിക്കുന്നവരെ ഹല്ലേലൂയ അവൻ നന്നായി അറിയുന്നവനാണ്.
സങ്കീർത്തനങ്ങള് 9-9 വാക്യം വായിക്കുമ്പോൾ യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെയെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾക്കെല്ലാം ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ എന്ന് സങ്കീർത്തനങ്ങള് ഹല്ലേലൂയ 9-10 വാക്യങ്ങളിലാണ് നമുക്കവിടെ ഇങ്ങനെ കാണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ പറയുന്നതായ ഒരു ഹല്ലേലൂയ സ്തോത്ര രീതിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ നിർത്തട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗ്ഗത്തിലെ നമ്മെ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുന്ന പറഞ്ഞു ഇവിടെ നിർത്തുന്നു. ആമേൻ, ആമേൻ.